ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൽ വലിച്ചു വിട്ടിടിന. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാദിവാസി പൗലസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കിൽ എന്നെ ആരറിയാതുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലം അതിനു നീ പോരേണം മയാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരിൽ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണ വാക്യം ഏവം കേട്ട അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൽ മന്ദം കേവലം അടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിഭക്തിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണൻ ഏറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതരായി അന്നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം. ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിലഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാം ചിത്തമോഹവും വേണ്ട. സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കൽന്നു ഞാൻ പലവുരു ചൊല്ലേൽ എന്നതു കേട്ടു ദേവി പിന്നെയും ഉറ ചെയ്താൾ എന്നോടു പലതരം. ഇന്ന് അവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുൻപിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു. രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടീൻ. എങ്കിലും പിഴച്ചിതു പോന്നിതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ. ദുർവചനങ്ങൾ കേട്ടാൽ യോഷന്മാരുടെ വാക്കു സത്യമെന്നു ഓർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നില്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ച് ഉടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ.
ഹാ വല്ലഭേ സീതേ ഹാ മൈഥിലീനാഥേ ആഹാ ജാനകി ദേവി ആഹാ അമൽ പ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നീടൂ മടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജീക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പശ്മളാക്ഷിയെ മമ ചൊല്ലുവിൽ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൽ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇതമോരോ നീ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടും സത്വരം നീളത്തിരഞ്ഞ് എങ്ങുമേ കണ്ടില്ലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡൻ ആനന്ദാത്മകൻ ജഗന്മയൻ മായയ മനുഷ്യഭാവിന് ദുഃഖിച്ചിടിനാൽ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല. ജ്ഞാനം ഇല്ലായികയാൽ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല. ജ്ഞാനമില്ലായികയാൽ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതയാ പദയേ നമോ നമഃ. ആപദ്ഭ്യോ സർവരക്ഷത്ര ആഞ്ജനേയ നമോസ്തുതേ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആര്യപാദം. സംപൂജ്യരായ സജ്ജനങ്ങളെ, രാമായണത്തിലെ ആ രാവണൻ സീതാദേവിയെ കണ്ടുകൊണ്ട് പോവുകയാണ്. നാം ചിന്തിക്കേണ്ട ഈ രാമായണം നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഇപ്പോൾ രാവണൻ വന്ന് സീതാദേവിയെ കട്ടുകൊണ്ടുപോയി പറയുമ്പോൾ ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും എല്ലാം തന്നെ ദൈവിക സമ്പത്താണ്. ഭക്തി, വിനയം, കരുണ, ദയ, ഇതൊക്കെ തന്നെയാണ് ആ ശ്രീരാമ സമ്പത്ത് നമ്മുടെ ഉള്ളിലുള്ളത്. മറുഭാഗത്തോ ഈ രാക്ഷസ ശക്തി, ആസുരിക ശക്തി. അതേതൊക്കെയാണ്? ഭയം, ക്രോധം, കാമം. കാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം രാവണൻ, വിഭീഷണനല്ല, കുംഭകർണൻ, ഇങ്ങനെ ആസുരിക ശക്തിയുള്ള, രജോ ഗുണം കൂടുതലുള്ള, തമോ ഗുണം കൂടുതലുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം രാവണൻ വന്ന് സീതാദേവിയെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷം പോയി ദുഃഖം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷമാകുന്ന
ആ സീതയെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അത് മായ തന്നെയാണല്ലോ. പ്രകൃതിയാണ് സീത, ശക്തിയാണ് സീത. നമ്മുടെ ഉള്ളിൽ നിന്നും ആ ശക്തി പോകുമ്പോൾ, ശക്തി ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ വിഷാദ രോഗത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രാവണന്മാർ ധാരാളം വരും. രാവണന്മാരെങ്ങനെയാണ് വരിക? നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ തെറ്റിക്കാനായിട്ടാണ് വരിക. നിത്യജീവിതത്തിൽ എന്തെങ്കിലും കണ്ട് നമ്മൾ മോഹിക്കുമ്പോൾ പൊന്മാനിനെ കണ്ട് മോഹിക്കും. ഈ പൊന്മാനിൻ്റെ കാര്യം പറയുമ്പോഴാണ് ചിന്തിച്ച്, ആ പൊന്മാൻ എങ്ങനെ വെച്ചാൽ ഈ നല്ല കൊമ്പുകളൊക്കെ നല്ല വളഞ്ഞും കൊണ്ടാണല്ലോ. പണ്ട് ഒരു പൊന്മാൻ, ഈ നല്ല കലമാൻ എന്ന് പറയും, കലമാൻ ഒരു നദിയിൽ വെള്ളം കുടിക്കാൻ പോവുക. നല്ല തെളിഞ്ഞ വെള്ളമാണ്. തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ, കൊമ്പങ്ങോട്ട് കണ്ടപ്പോൾ കലമാന് തോന്നി, ആയ് എൻ്റെ കൊമ്പ് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഇഷ്ടം തോന്നി. കുറച്ച് കഴിഞ്ഞ് കാല് നോക്കിയപ്പോൾ അയ്യേ ഇതൊരു വടി പോലെ, കാലുകൾ വളരെ മോശമാണല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ അവനവനിലേക്കില്ലേ എല്ലാം കാമം വരുന്നു, ഇഷ്ടം വരുന്നു, ഒന്നിന് വെറുപ്പ് വന്നു, കാല് പോന്നു. ഉടനടിയാണ് പെട്ടെന്നൊരു സിംഹം ചാടി വരിക. സിംഹം വന്ന വഴിക്കോ ഈ മാൻ ഓടാൻ തുടങ്ങി. ഓടി ഓടി സിംഹം പിടിക്കുന്നു കണ്ടപ്പോൾ ഒരു വള്ളി കുടിലേക്ക് അങ്ങോട്ട് ചാടി. അവിടെ മുള്ളും ഇത് കണ്ടപ്പോഴോ കാലുകൊണ്ട് രക്ഷപ്പെട്ടു. കൊമ്പ് തടഞ്ഞപ്പോഴോ മാൻ കുടുങ്ങി. ഉടനടി എന്തുണ്ടായി? ആ സിംഹം അതിനെ പിടിച്ചു തിന്നാ. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നല്ലതാണ്, ഭംഗിയുണ്ടെന്ന് കാണും, പക്ഷെ അത് നമുക്ക് നാശത്തിനിടയാക്കും. അതായത് നമ്മളൊന്നിനും അഹങ്കരിക്കരുത്. പൊന്മാൻ എൻ്റെ കൊമ്പാണ് കേമം, അതുപോലെ എൻ്റെ കാല് നന്നായെങ്കിൽ ചിന്തിച്ചു. പക്ഷേ കാല് ആ പൊന്മാനിനെ രക്ഷപ്പെടുത്തി. അതിന് വേഗത ഉണ്ടായിരുന്നു, അത് രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമ്മൾ വരുമ്പോൾ നമ്മൾ എല്ലാം ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ അതൊന്നിനും പറ്റാത്തതായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഉപയോഗപ്രദമാവും. അപ്പോൾ നിത്യജീവിതത്തിൽ രാമായണം നല്ലൊരിത് തരുന്നുണ്ട്. കണ്ണുകൾ നമ്മളെ ചതിക്കും, കാതുകൾ നമ്മളെ ചതിക്കും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മളെ ചതിക്കും. അതിലൊന്നും ചതിയിൽപ്പെടാണ്ട് ഏകാഗ്രമായിക്കൊണ്ട് പ്രകൃതിയാകുന്ന സീതയാകുന്ന ശക്തി എൻ്റെ മനസ്സിലുണ്ട്, പരമാത്മാവിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ ചിന്ത ആർക്കാണോ ഉണ്ടാകുന്നത് അവർക്കെന്നും വിജയമേ ഉണ്ടാകുന്നതാണ് പറയുന്നത്. കാരണം എന്താണ്? എന്നും ഭഗവാൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഭഗവാൻ കയ്യിലൊരു ശംഖ് വെച്ചിരിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാ? ശംഖ്, ചക്രം, ഗദ, പത്മം. എന്തിനാ ശംഖ്? ശംഖ് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ കയ്യിലാണെന്നാണ്. അതിനാ ശംഖ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആ ഭഗവാന്റെ കയ്യിലെ ശംഖ് ഈ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ കയ്യിലാണെന്നാണ്. ജായത ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാ. അതുതന്നെയാണ് പ്രണവമന്ത്രം ഓം എന്നുള്ള മുകളിൽ താഴത്തേക്ക് വരുന്നതും. അപ്പം നമ്മുടെ ഈ കംപ്ലീറ്റ് ലോകവും എല്ലാം തന്നെ ആ ഭഗവാനിൽ ഉൾക്കൊള്ളുകയാണ്. വി ആർ ഓൾ, നമ്മളെല്ലാവരും ആൻ ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം മാത്രം. ആരുടെ കയ്യിൽ? ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഓംനിപൊട്ടന്റ് ഓഫ് ഗോഡ് ഹു കൺട്രോൾ ദി ഹോൾ വേൾഡ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ. അത് മനസ്സിലാക്കുന്നത് ആരാണോ അതിനാണ് ഭഗവാൻ ശംഖ് കയ്യിൽ വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ശംഖ് മേടിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കാനല്ല. നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിലൊരു പാവ, അല്ലെങ്കിൽ ഒരു ഉപകരണം. ഭഗവാൻ ഒന്ന് ചരിച്ചാൽ മതി, എല്ലാം തകരും. ഈ പ്രകൃതിയെ നശിപ്പിച്ചത് കൊണ്ടാണല്ലോ ഇവിടെ ദുരന്തവും പ്രളയവും എല്ലാം ഉണ്ടാകുന്നത്. കാരണം പ്രകൃതി പണ്ടൊക്കെ അങ്ങനെയാ. പ്രകൃതിക്ക് നമ്മൾ പ്രകൃതിയോടുകൂടി ഇണങ്ങി ജീവിക്കണം. പക്ഷികളും മൃഗാദികളും എല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന ശിക്ഷയാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന പ്രളയം, അതുപോലെ തന്നെ നിരവധി ദുരന്തങ്ങൾ. അപ്പോൾ ഈ രാമായണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ആ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പക്ഷി മൃഗാദികളെ നമുക്ക് കാണാം. അവരെല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. പ്രകൃതിയുമായി ജീവിക്കുമ്പോൾ
പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നുള്ള വലിയൊരു തത്വം ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പക്ഷികളെ നമുക്ക് കാണിച്ചു തരുന്നു, മൃഗങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. ഇവരെല്ലാം നല്ലപോലെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം മാത്രം എന്താണ്? ഞാൻ പ്രകൃതിയുടെ ആരുമല്ല, പ്രകൃതിയെ നശിപ്പിക്കുക. അപ്പോൾ പ്രകൃതിയാകുന്ന സീത മനസ്സിൽ നിന്നും പോയാൽ നമ്മൾ ദുഃഖിതരാകും. അപ്പോൾ രാവണൻ വന്ന് സീതയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ പ്രകൃതിയോടുള്ള സ്നേഹം, പ്രകൃതിയാണ് എല്ലാം എന്ന് പറയുന്ന ആ പ്രകൃതിയോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്നും പോകുമ്പോൾ മനുഷ്യൻ ആരായി മാറുന്നു? രാക്ഷസനായിട്ട് മാറുന്നു. അങ്ങനെ രാക്ഷസനായി മാറുന്ന മനുഷ്യൻ ഈ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, നദികളിലെ മണലൊക്കെ കോരിക്കൊണ്ടു പോകുന്നു. അപ്പോൾ പ്രളയമുണ്ടാകുന്നു, മഴ വേണ്ട സമയത്ത് പെയ്യില്ല, പ്രകൃതി നമുക്ക് എതിരായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ഈ അരണ്യകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് തെളിയിച്ചു തരുന്നത് ശ്രീരാമൻ പരമാത്മാവാണ്. ആ ഉപദേശം പ്രത്യേകം, ശ്രീരാമൻ പരമാത്മാവാണ്, സീതാര പ്രകൃതി തന്നെയാണ്. ആ പരമാത്മാവ് വിഷ്ണുവിലൂടെ വന്ന്, ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഈ അവതാരങ്ങളെല്ലാം തന്നെ വിഷ്ണുവിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റുമടിയിൽ 33 കോടി ദേവന്മാർ, അതിൻ്റെ മുകളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അതിൻ്റെ മുകളിൽ സാക്ഷാൽ ദേവി, അതിൻ്റെ മുകളിലാണ് സാക്ഷാൽ പരബ്രഹ്മം ഭഗവാൻ. ആ ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ ആ വിഷ്ണുവിലൂടെയാണ് അവതാരം എടുക്കുന്നത്. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും മേധയാണ് ആര്? ഈ നരസിംഹം, അതുപോലെ ശ്രീരാമൻ എന്നുള്ള അവതാരങ്ങളെല്ലാം തന്നെ. ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിലൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നാരായണിൽ നിന്നാണ് അവതാരം എടുക്കുന്നത്, വിഷ്ണുവിൽ നിന്നല്ല. പിന്നെന്താ വിഷ്ണുവിൽ നിന്നും അവതാരം എടുക്കണമെന്ന് പറഞ്ഞാൽ വിഷ്ണുവിലൂടെയാണ് അവതാരം എടുക്കുന്നത്. ഇത് ഓൺലി ഒരു പാസേജ് മാത്രമാണ്. അപ്പം എന്തായാലും ശരി, ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നുള്ള വലിയൊരു തത്വമാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.